ഡിസൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു. ഈ വീഡിയോ ഞാൻ നിങ്ങൾക്ക് കോഡ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നിങ്ങൾക്ക് ഞാൻ കാണിച്ചായിരുന്നു. ഈ വീഡിയോ നമുക്ക് ഇതിന്റെ കോഡ് നോക്കാം. അപ്പൊ വൈറ്റ് സബ്സ്ക്രൈബർ ഞാൻ ഇതിന് പേര് കൊടുത്തായിരുന്നു. എങ്ങനെയാ പേര് കൊടുക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. റീനെയിം എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനൊരു ഓപ്ഷൻ കാണിക്കും. അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഇത് ഞാൻ നിങ്ങൾക്ക് ഡിസൈൻ പറഞ്ഞിരുന്നു, ഡാറ്റ എങ്ങനെ ഉണ്ടാക്കണമെന്ന് പറഞ്ഞിരുന്നു. കോഡ് പറഞ്ഞു തരുവാണ്. അപ്പോൾ ഫസ്റ്റ് നമുക്കിത് ക്ലിക്ക് ചെയ്യുമ്പോൾ നാവിഗേറ്റ് ചെയ്യണമെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അതിനു വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഓണിയൻ ക്ലിക്ക്. അത് ഇവിടെ പേസ്റ്റ് ചെയ്യണം. ഇപ്പൊ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്തെങ്കിൽ നമ്മൾ ഓർക്കണം ഈ ബട്ടൺ ക്ലിക്ക് ചെയ്തെങ്കിൽ മൂവ് ചെയ്യാനുള്ള കോഡ് പറഞ്ഞു തന്നെയാണ് ഇത്. ഇതൊരു മിലിറ്ററിയിലൊക്കെ കമാൻഡറിനെ പോലെ ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇത് എപ്പോ വേണമെങ്കിലും ക്ലിക്ക് ചെയ്താൽ ഇത് വർക്ക് ആവും. നമ്മളിപ്പോ ID കൊടുക്കുകയാണ്, സെറ്റ് സ്ക്രീൻ കൊടുക്കുകയാണ്. സെറ്റ് സ്ക്രീൻ എന്ന് പറഞ്ഞാൽ നാവിഗേറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് സെറ്റ് സ്ക്രീൻ. കാണിച്ചു തരാം. റീസെറ്റ് ക്ലിക്ക് ചെയ്യുക. റീസെറ്റ് അല്ല, റൺ ക്ലിക്ക് ചെയ്യുക. റീസെറ്റ് കാണിക്കും. സബ്സ്ക്രൈബർ ക്ലിക്ക് ചെയ്യുക. കണ്ടോ, നാവിഗേറ്റ് ആയി. റീസെറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്കിവിടെ കോഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഓൺ ഇവന്റ് ക്ലിക്ക് ചെയ്യാം. നമുക്ക് സ്ക്രീൻ ടൂവിൽ ചെയ്യണ്ട, അതുകൊണ്ടാണ് ഓൺ ഇവന്റ് എടുത്തത്. അപ്പൊ ഈ ബട്ടൺ ചെയ്താൽ നമുക്ക് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഡാറ്റ സ്റ്റോർ ചെയ്യണം. അതുകൊണ്ട് നമ്മൾ പോവുക, ക്രിയേറ്റ് റെക്കോർഡ് എടുക്കുക. അതിൽ നെയിമിന്റെ അവിടെ ഡാറ്റയിൽ പോയിട്ട് നെയിമിന്റെ അവിടെ നെയിം കോപ്പി ചെയ്യുക. സബ്സ്ക്രൈബർ നെയിം കോപ്പി ചെയ്യുക. ഇവിടെ പേസ്റ്റ് ചെയ്യുക. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾക്ക് ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തന്നായിരുന്നു. അപ്പൊ അതുപോലെ നമ്മൾ ഇവിടെ ചെയ്യുക. എന്നിട്ട് ഇങ്ങനെ നമ്മളിവിടെ പേസ്റ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു എറർ കാണിക്കും, അൺക്ലോസ്ഡ് സ്ട്രിംഗ് എന്ന് പറഞ്ഞിട്ട്. അത് നിങ്ങൾ പേടിക്കണ്ട, ബാക്ക് സ്പേസ് അടിച്ചാൽ മതി, അത് പൊക്കോളും. നെയിമിന്റെ അവിടെ നിങ്ങൾ ഡാറ്റയിൽ പോയിട്ട് സബ്സ്ക്രൈബ് നമ്മളിവിടെ ID കൊടുത്തായിരുന്നു, അതങ്ങനെ ടേബിൾ കൊടുത്തായിരുന്നു, അത് കോപ്പി ചെയ്യുക. ഓടി വന്നിട്ട് നെയിമിന്റെ അവിടെ പേസ്റ്റ് ചെയ്യുക. അലീസിന്റെ അവിടെ നമുക്ക് ഇതിനല്ലേ എടുക്കണ്ടേ, ഇതിനല്ലേ നമുക്ക് ആ പേരെടുക്കണ്ടേ. അതുകൊണ്ടാണ് ഗെറ്റ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞൊരു ബ്ലോക്ക് യൂസ് ചെയ്യുന്നത്. ഗെറ്റ് ടെക്സ്റ്റിന്റെ എടുത്തിട്ട് ഇവിടെ ഇടുക. ഇട്ട് കഴിയുമ്പോ ഇങ്ങനെ ഒരു ID ചോദിക്കും. അതില് ടെക്സ്റ്റ് ഇൻപുട്ട് 1 എന്ന് ഇടുക. എന്നിട്ട് ഇവിടെ സെറ്റ് സ്ക്രീൻ അല്ല, ഓപ്പൺ URL എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്. അതെടുത്തിട്ട് നമ്മൾ ഇവിടെ ഇടുക. ഇട്ടിട്ട് അവിടെ നമ്മളുടെ ചാനലുണ്ട്. യൂട്യൂബ് എടുക്കുക. യൂട്യൂബ് എടുത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള URL കൊടുക്കാം. പിന്നെ നമ്മുടെ ചാനലിന്റെ URL ആണ് കൊടുക്കുന്നത്. നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ലിങ്ക് കോപ്പി ചെയ്യുക. ലിങ്ക് മൊത്തമായി കിട്ടണമെങ്കിൽ Ctrl+A ക്ലിക്ക് ചെയ്താൽ മതി. അപ്പൊ ഞാൻ നിങ്ങൾക്ക് Ctrl+A ക്ലിക്ക് കഴിഞ്ഞാൽ മൊത്തം ലിങ്കും കോപ്പി ആയിട്ട്. കോപ്പി ചെയ്യാൻ വേണ്ടി Ctrl+C ക്ലിക്ക് ചെയ്തിട്ട് യൂട്യൂബിൽ വന്നിട്ട് ഓപ്പണിന്റെ അവിടെ ഇത് നമ്മൾ ഈ ബ്രാക്കറ്റ്സ് കളയല്ലേ, നമ്മൾ കോഡ് ഒന്ന് എഴുതിയത്
HTTPS മുതൽ കോഡോർഗ് വരെ നമ്മൾ പേസ്റ്റ് ചെയ്ത് കൊടുക്കണം. പേസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് ഇവിടെ മേളിൽ എടുത്തിട്ടിട്ട് റൺ. നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമന്റ് എഴുതുക. നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക.